വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നമ്മുടെ ഓണക്കാലം സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തീയലാണ് കേട്ടോ. നമ്മുടെ സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീയലാണ് ഉള്ളിത്തീയൽ. ഉള്ളിത്തീയൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു കറിയാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഓണക്കാലം സീരീസിലെ ഈ ഒരു ഉള്ളിത്തീയൽ തയ്യാറാക്കിയാലോ. ഉള്ളിത്തീയൽ തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒരു 3 എണ്ണം, വെളുത്തുള്ളി ഒരു 3 എണ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം കേട്ടോ. അതെല്ലാം ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു സ്റ്റേജിൽ എത്തി കഴിഞ്ഞ് പെട്ടെന്ന് കരിയും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ അരച്ചാലാണ് അതിൻ്റെ ആ ഒരു കളറിൽ തന്നെ കിട്ടുന്നത്. വെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ കളർ അങ്ങോട്ട് മാറിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മറന്നു വരുന്നത് നമുക്ക് വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടി ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഇനി വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ.
ഇതിലേക്ക് ഇനി നമ്മൾ തുടക്കത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വറുത്തിരുന്നല്ലോ, നന്നായിട്ട് റോസ്റ്റ് ചെയ്തിരുന്നത്, അതെല്ലാം കൂടി ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ പകരം അതിൻ്റെ പാനി തയ്യാറാക്കിയിട്ട് ചേർത്താലും മതി. ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്, എണ്ണയ്ക്ക് നല്ലതാ മേലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിത്തീയിലൂടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആ ചേർക്കുന്ന അരപ്പ് നന്നായിട്ട് വറുത്ത തേങ്ങയും പിന്നെ നമ്മുടെ മസാലകളും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അത് വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ കളർ കിട്ടുന്നത്. അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്ന് പറഞ്ഞത്. കാരണം നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് ആ ഒരു അരപ്പ് കിട്ടണം. വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ അത് ലൈറ്റ് ബ്രൗൺ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു കളറ് നമ്മുടെ ആ ഒരു ഉള്ളിത്തീയലിന് കിട്ടില്ല. ഈ ഒരു കളർ ഉള്ളിത്തീയലിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റാണ്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കുറച്ച് ഉള്ളിത്തീയലെടുത്ത് കഴിച്ച് നോക്കി നോക്ക്. നമ്മൾ ആ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള തേങ്ങയുടെ ഫ്ലേവർ ആദ്യം നമുക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മുടെ ചെറിയുള്ളിയുടെ ടേസ്റ്റ്, ചെറിയുള്ളി ചേർക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു രുചിയാണല്ലോ. അതോടൊപ്പം തന്നെ വാളംപുളിയുടെ ടേസ്റ്റും അതേപോലെ നമ്മുടെ ചേർക്കുന്ന ശർക്കരയുടെയും ആ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും ഇതെല്ലാം കൂടി ഒരു ബാലൻസ് രീതിയിലായിട്ടാണ് നമുക്ക് ഉള്ളിത്തീയലിന് കിട്ടുന്നത്. പിന്നെ ഉള്ളിത്തീയൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. അതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ. സ്ലോ ആയി റോസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ തേങ്ങയും മസാലകളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആകുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകും, തീയലിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ ഓണക്കാലം സീരീസിൻ്റെ നമ്മുടെ എപ്പിസോഡ് 10 ഉള്ളിത്തീയൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതേപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാനും അതുപോലെ ഇപ്പോഴത്തെ ഓണം സീരീസിൻ്റെ ഓരോ എപ്പിസോഡും മിസ്സാവാതിരിക്കാനും ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി ഓണവിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും, സേഫ് ആയിരിക്കും. ഹാപ്പി ഓണം.